ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഇന്ന് ക്രിസ്തുമസ്. പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ലോകമെങ്ങും വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷിക്കുകയാണ്. പള്ളികളിൽ പാതിരാ കുർബാനകൾ നടന്നു. സംസ്ഥാനത്ത് ക്രിസ്തുമസ് ആഘോഷവേളയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. 3 ദിവസം കൊണ്ട് ബൗക്കോ ഔട്ട്ലെറ്റ് വഴി മാത്രം വിറ്റത് 154.77 കോടിയുടെ മദ്യം. റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിൽ. തൃശൂർ പൂരം പ്രതിസന്ധി സംബന്ധിച്ച ചർച്ചയിൽ അന്തിമ തീരുമാനമായില്ല. സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് തീരുമാനം 4-ന് കോടതി അറിയിക്കുമെന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും. നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഇന്ന് ക്രിസ്തുമസ്. പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ലോകമെങ്ങും വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷിക്കുകയാണ്. പള്ളികളിൽ പാതിരാ കുർബാന നടന്നു. പതിവ് പോലെ നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയുമാണ് നാടെങ്ങും ക്രിസ്തുമസിനെ വരവേറ്റത്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും ഇന്ന് ക്രിസ്തുമസ് ആഘോഷം. പള്ളികളിൽ പ്രാർത്ഥനാ നിർഭരമായ പാതിരാ കുർബാനകൾ നടന്നു. കേരളത്തിലും വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ശുശ്രൂഷകൾ നടന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ സായാഹ്ന കുർബാനയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 6500ഓളം വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി ഒത്തുചേർന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവി കർമ്മങ്ങളിൽ തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജോസ് വെള്ളൂരാൻ, കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, സഹവികാരിമാരായ ഫാദർ സെബി വെളിയൻ, ഫാദർ ജിയോ വേലുക്കാരൻ, ഫാദർ അലക്സ് മാപ്രാണി എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപവും പ്രദക്ഷിണമായി കത്തീഡ്രൽ അങ്കണത്തിൽ ഒരുക്കി പുൽക്കൂട്ടിൽ പ്രതിഷ്ഠിച്ചു. കുർബാനയ്ക്ക് ശേഷം സന്നിഹിതരായവർക്കെല്ലാം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. മീഡിയ ടൈം, തൃശൂർ. സീറോ മലബാർ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ ഏകീകൃത കുർബാന അർപ്പിച്ച വികാരി ഫാദർ ആന്റണി പൂതവേലി. രാവിലെ 7 മണിക്ക് ചുരുക്കം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു കുർബാന. അതേസമയം എറണാകുളം അതിരൂപതയിലെ ചില പള്ളികളിൽ സിനഡ് കുർബാന അർപ്പിച്ചു. 25-ാം തീയതി മുതലാണ് സീറോ മലബാർ സഭയിലെ എല്ലാ പള്ളികളിലും സിനഡ് നിർദ്ദേശിക്കുന്ന ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് മാർപ്പാപ്പ നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ സെന്റ് മേരീസ് ബസിലിക്കയിൽ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ഇവിടെ കുർബാന അർപ്പണം ഉണ്ടാകില്ല എന്നായിരുന്നു ഔദ്യോഗിക അറിയിപ്പ്. എന്നാൽ പുറത്ത് അധികം ആളുകളെ അറിയിക്കാതെ പ്രൈവറ്റ് മാസായിട്ടാണ് പള്ളി വികാരി ഫാദർ ആന്റണി പുതുവേലി രാവിലെ 7 മണിക്ക് ബസിലിക്കയിൽ സിനഡ് കുർബാന അർപ്പിച്ചത്. കുറച്ച് വിശ്വാസികൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തത്. ബസിലിക്ക പുതുവേലിയുടെ നടപടിയോട് ആൽമായ മുന്നേറ്റവും വൈദിക സമിതിയും എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. അതേസമയം ഇന്ന് രാവിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കപ്പെട്ടു. പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളി, മഞ്ഞപ്ര മാസ്ലീവ സൊറാന പള്ളി, മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി എന്നിവിടങ്ങളിലെല്ലാം ഇന്ന് ഏകീകൃത കുർബാന അർപ്പിച്ചു. മീഡിയ ടൈം, കൊച്ചി. ക്രിസ്തുമസ് പുലരിയിൽ വേദനയായി വാഹനാപകടം. 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കാടുകുറ്റിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിച്ച് കാടുകുറ്റി സ്വദേശി മെൽവിനാണ് മരിച്ചത്. മേലൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് പാടശേഖരത്തിലേക്ക് വീണ് ഉറുമ്പൻകുന്ന് സ്വദേശി ബിനു മരിച്ചു. ചാലക്കുടിയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി 2 മരണം. ക്രിസ്തുമസ് ആഘോഷം കഴിഞ്ഞ് മടങ്ങിയ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചു. കാടുകുറ്റിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലടിച്ചായിരുന്നു അപകടം. കാടുകുറ്റി സ്വദേശി മെൽവിനാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. ഇന്റീരിയർ ഡിസൈനറായി ജോലി ചെയ്യുകയായിരുന്നു മെൽവിൻ. അർദ്ധരാത്രിയോടെയാണ് അപകടമുണ്ടായത്. അതേസമയം ചാലക്കുടി മേലൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് പാടശേഖരത്തിലേക്ക് വീണ യുവാവ് മരിച്ചു. പുഷ്പഗിരി പിണ്ടാണി നായ്മേല് തോടിന് സമീപമാണ് അപകടമുണ്ടായത്. ചാലക്കുടി വിയാർപുരം ഉറുമ്പൻകുന്ന് സ്വദേശി ബിനുവാണ് മരിച്ചത്. കുന്നംപള്ളിയിൽ സുഹൃത്തിന്റെ വീട്ടിൽ ഉത്സവം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം. രാവിലെ 6:30 നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്ത് ക്രിസ്തുമസ് ആഘോഷവേളയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. 3 ദിവസം കൊണ്ട് ബൗക്കോ ഔട്ട്ലെറ്റ് വഴി മാത്രം
154.77 കോടിയുടെ മദ്യമാണ് വിറ്റത്. ക്രിസ്തുമസ് തലേന്നായ ഞായറാഴ്ച ഔട്ട്ലെറ്റ് വഴി മാത്രം 70.73 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നു. ക്രിസ്തുമസ് തലേന്ന് റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിലാണ്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്ന് 69.55 കോടിയുടെ മദ്യമാണ് വിറ്റിരുന്നത്. 22 മുതൽ 24 വരെ മദ്യവിൽപ്പന കണക്കിലും ഇത്തവണ വർധനയുണ്ട്. ഡിസംബർ 22-ന് 75.70 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ഈ വർഷം നടന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 22-ന് 65.39 കോടി രൂപയുടെ മദ്യമാണ് വിറ്റിരുന്നത്. ഡിസംബർ 23-ന് ഈ വർഷം 84.04 കോടി രൂപ മദ്യവിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 75.41 കോടി രൂപ മദ്യവിൽപ്പനയാണ് നടന്നത്. ക്രിസ്മസ് തലേന്ന് റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിലാണ്. 63.85 ലക്ഷം രൂപയുടെ മദ്യമാണ് ചാലക്കുടിയിൽ വിറ്റത്. ചങ്ങനാശ്ശേരി ബെപ്കോ ഔട്ട്ലെറ്റാണ് മദ്യവിൽപ്പനയിൽ 2ാം സ്ഥാനത്തെത്തിയത്. 62.87 ലക്ഷം രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. 3ാം സ്ഥാനം ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിനാണ്. 62.31 കോടി രൂപയുടെ മദ്യമാണ് ഇരിങ്ങാലക്കുടയിൽ വിറ്റത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈപ്പ്. തൃശൂർ പൂരം പ്രതിസന്ധി സംബന്ധിച്ച ചർച്ചയിൽ അന്തിമ തീരുമാനമായില്ല. എക്സിബിഷൻ തറ വാടക സംബന്ധിച്ച തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വയുടെ ആവശ്യങ്ങൾ യോഗത്തിൽ മന്ത്രിമാർ കേട്ടു. സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് തീരുമാനം 4-ന് കോടതിയിൽ അറിയിക്കുമെന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും പറഞ്ഞു. തൃശൂർ പൂരം പ്രതിസന്ധിയിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ നീക്കവുമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. വിഷയം ചർച്ച ചെയ്യാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനമായിരുന്നില്ല. ജനുവരി 4-ന് കേസ് കോടതി പരിഗണിക്കുമ്പോൾ അനുകൂല നിലപാടില്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. തൃശൂർ പൂരം എക്സിബിഷനു വേണ്ടി 2 കോടിയിലധികം രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് വാടകയായി ആവശ്യപ്പെടുന്നത്. വാടക സംബന്ധിച്ച തർക്കം ചർച്ച ചെയ്യാൻ ഇന്നലെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ആവശ്യങ്ങൾ കേട്ടതല്ലാതെ ഒരു തീരുമാനവും യോഗത്തിലുണ്ടായില്ല. ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതോടെയാണ് വരുന്ന 4-ന് ഹൈക്കോടതിയിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ നിലവിൽ ദേവസ്വങ്ങളുടെ നീക്കം. പൂരം ഇക്കൊല്ലം ഏപ്രിലിൽ എത്തുന്നതുകൊണ്ട് തന്നെ എക്സിബിഷൻ നേരത്തെ തുടങ്ങേണ്ടതുണ്ട്. വാടക സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നത് പൂരപ്രേമികളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ. ശബരിമല ഭക്തർക്ക് അടിയന്തരമായി സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി. അവധി ദിനത്തിൽ ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച സ്പെഷ്യൽ സെറ്റിംഗ് നടത്തിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോട്ടയം, പാല, പൊൻകുന്നം അടക്കമുള്ള സ്ഥലങ്ങളിൽ തടഞ്ഞുവെച്ചിരിക്കുന്ന ഭക്തർക്ക് അടിയന്തരമായി സൗകര്യങ്ങൾ ഒരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശബരിമല ഭക്തർക്ക് അടിയന്തരമായി സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി. അവധി ദിനത്തിൽ ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച് സ്പെഷ്യൽ സെറ്റിംഗ് നടത്തിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോട്ടയം, പാല, പൊൻകുന്നം അടക്കമുള്ള സ്ഥലങ്ങളിൽ തടഞ്ഞുവെച്ചിരിക്കുന്ന ഭക്തർക്ക് അടിയന്തരമായി സൗകര്യങ്ങൾ ഒരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഭക്ഷണവും വെള്ളവുമില്ലാത്ത സ്ഥിതിയുണ്ട്. ഇക്കാര്യങ്ങൾ പരിഹരിക്കണം. ആവശ്യമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടിടപെടണം. യാതൊരു ബുക്കിംഗുമില്ലാതെ എത്തുന്നവരെ കടത്തിവിടുന്ന കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ വേണം. പൊൻകുന്നത്ത് സൗകര്യങ്ങളില്ലെന്ന് പരാതികൾക്കിടയിലാണ് അവധി ദിവസം ഹൈക്കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തിയത്. അതേസമയം ശബരിമല തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനമാണ്. കഴിഞ്ഞ 10 ദിവസത്തിനിടയിലെ ഏറ്റവും വലിയ നിരക്കാണ് ഇന്നലെ ശബരിമലയിൽ അനുഭവപ്പെട്ടത്. ഇന്നലെ 1,969 പേരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. പുല്ലുമേട് കാനനപാത വഴി മാത്രം 5,798 പേരാണ് ഇന്നലെ എത്തിയത്. ഇന്ന് രാവിലെ 6 മണി വരെ 23,167 പേർ ശബരിമലയിൽ ദർശനം നടത്തി. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. തിരക്ക് കാരണം പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ തീർത്ഥാടകർക്ക് 16 മണിക്കൂറിലധികം നേരം വരി നിൽക്കേണ്ടി വരുന്നു. അതിനിടെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും പമ്പയിലേക്കുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. മണ്ഡല പൂജയോടനുബന്ധിച്ച് പ്രത്യേക നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി. ഇനി നാട്ടിൽ നടന്നത്. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ വ്യാപാര സ്ഥാപനം അടിച്ചു തകർത്തു. കടയുടമയെ ആക്രമിച്ചു. എടവിലങ്ങ് ചന്തയിൽ പ്രവർത്തിക്കുന്ന അരുൺ ട്രേഡേഴ്സിലാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ കടയുടമ കൊണ്ടിയാറ ഉണ്ണികൃഷ്ണന് പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു ആക്രമണം. മോട്ടോർ ബൈക്കിലെത്തിയ 2 പേരാണ് ആക്രമണം നടത്തിയത്. രാവിലെ കടയിലെത്തിയ 2 പേർ വെളിച്ചെണ്ണ വില കുറച്ച് വിൽക്കുന്നതിനെ ചൊല്ലി ഉണ്ണികൃഷ്ണനുമായി വാക്ക് തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണം ഉണ്ടായതെന്നാണ് സൂചന. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
ചാലക്കുടി സർക്കാർ ITIക്ക് സമീപം വെള്ളിയാഴ്ച പോലീസ് ജീപ്പ് തല്ലി തകർത്ത കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. SFI വനിതാ നേതാവടക്കം 3 പേരാണ് ഞായറാഴ്ച അറസ്റ്റിലായത്. അലവി സെന്റർ സ്വദേശി അഫ്സൽ, കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനിയും മോതിരക്കണി സ്വദേശിനിയുമായ സാന്ദ്ര ബോസ്, പടിഞ്ഞാറെ ചാലക്കുടി സ്വദേശി നിർമ്മൽ എന്നിവരാണ് അറസ്റ്റിലായത്. SFI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് സാന്ദ്ര ബോസ്. കഴിഞ്ഞ ദിവസം DYFI ബ്ലോക്ക് പ്രസിഡന്റ് നിതിൻ പുലൻ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായിരുന്നു. ITIയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് പോലീസ് ജീപ്പ് തല്ലി തകർക്കുന്നതിലേക്ക് എത്തിയത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് കുഴൂർ പാറപ്പുറത്ത് വഴിയോര വിശ്രമ കേന്ദ്രം ആരംഭിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. വളരെ അഭിമാനമുണ്ട് ഇതിൽ പങ്കെടുക്കാൻ, ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ, എന്നെ വിളിച്ചതിൽ, എനിക്ക് അവസരം തന്നതിൽ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിലും കൂടിയ എല്ലാവരുടെ പേരിലും ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വികസനം ഒരു 50 കൊല്ലം മുമ്പത്തെ വികസന സങ്കല്പമല്ല ഇന്നത്തെ വികസന സങ്കല്പം. 50 കൊല്ലം മുമ്പ് ഈ കുളം നമുക്ക് കേവലം ഇറിഗേഷനോ കുടിവെള്ളത്തിനോ വേണ്ടിയുള്ള ഒരു സ്രോതസ് മാത്രമായി. എന്നാൽ ഇന്ന് 50 കൊല്ലത്തിന് ശേഷം ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ അധ്യക്ഷത വഹിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ മുഖ്യ അതിഥിയായിരുന്നു. കുഴൂർ പാറപ്പുറം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നക്ഷത്ര തടാകവും വിവിധ സാംസ്കാരിക പരിപാടികളും ആരംഭിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചെയ്യാനുണ്ട് എന്നിവിടെ സൂചിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിട്ട് ആ ഫണ്ട് ഇത്തവണത്തെ ഇതിൽ വെച്ചിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇനിയും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നിങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇത് മോടി പിടിപ്പിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ട്, കാരണം നമുക്ക് കയറിയിരിക്കാനുള്ള ഒരു ഇടമായിട്ട് തന്നെ വൈകുന്നേരങ്ങളിലും ഒക്കെ തന്നെ ഇരിക്കാനുള്ള ഇടം, സന്തോഷം പങ്കുവയ്ക്കാനുള്ളൊരു വേദിയായിട്ട്, സ്നേഹം പങ്കുവയ്ക്കാനുള്ളൊരു വേദിയായിട്ട് നമുക്ക് ഇത് മാറ്റാം എന്നുള്ളത് തന്നെയാണ്. ഒരു പരിധിവരെ നമുക്കത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഏതൊരു കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങൾ അത്തരത്തിലേക്ക് കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ വേദിയിലിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു നല്ല പ്രവർത്തനങ്ങളിലേക്ക്, ഇത് മാത്രമല്ല മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വികസന കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ആലോചനകളും അതുപോലെ തന്നെ ചിന്തകളും ഒക്കെ തന്നെ നമുക്ക്. കൂട്ടായ്മ പ്രസിഡന്റ് PT സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. KP വിൽസൺ കണ്ണംകുളത്തി, ഷാൻഡി ജോസഫ് തട്ടകത്ത്, PJ വർഗീസ്, TS പുഷ്പൻ, ഷാജു മണവാളൻ, ബിനോയ്, PK അലി, വർഗീസ് മുക്കണ്ണിക്കൽ എന്നിവർ സംസാരിച്ചു. ഡിസംബർ 24 മുതൽ 31 വരെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കുഴൂർ തെക്കൻ താണശ്ശേരി സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഹോളി നൈറ്റ് 2K23 സംഘടിപ്പിച്ചു. 1223 ഇറ്റലിയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസി ക്രിസ്തുമസിന്റെ ആദ്യ പുൽക്കൂട് നിർമ്മിച്ചതിന്റെ 800ാം വാർഷികത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. താണശ്ശേരി സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ 400 കലാകാരന്മാരാണ് ലൈവ് പുൽക്കൂടിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത്. ഇടവകയിലെ 6 മാസം പ്രായമായ കുഞ്ഞു മുതൽ 90 വയസ്സുള്ള അമ്മ വരെ പങ്കെടുത്തു. 3000ഓളം ജനങ്ങൾ ഹോളി നൈറ്റ് 2K23 ആസ്വദിക്കാനെത്തി. മാളാത്തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായി. 1ാം ദിവസം അഖില കേരളം തിരുവാതിരക്കളി മത്സരം നടന്നു. ബോർഡ് സെക്രട്ടറി P ബിന്ദു, തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, പത്മാവതി, ലീല നാരായണൻ നമ്പൂതിരി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വൈകിട്ട് സമ്മാനദാനം, പ്രദോഷ പൂജ, ദീപാരാധന, തിരുവാതിര ആഘോഷങ്ങളുടെ സ്വിച്ച് ഓൺ എന്നിവ നടന്നു. 2ാം ദിവസമായ നാളെ വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, എട്ടങ്ങാടി പൗർണമി പൂജ, ഉറക്കമൊഴിക്കൽ,
പാതിര പൂച്ചൂടൽ, 3-ാം ദിവസം പട്ടും താലിയും ചാർത്തൽ, പറ നിറയ്ക്കൽ, കളഭാഭിഷേകം, തിരുവാതിര സദ്യ, മേളം എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഇന്ന് ക്രിസ്തുമസ്. പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ലോകമെങ്ങും വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷിക്കുകയാണ്. പള്ളികളിൽ പാതിര കുർബാനകൾ നടന്നു. സംസ്ഥാനത്ത് ക്രിസ്തുമസ് ആഘോഷവേളയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. 3 ദിവസം കൊണ്ട് ബൗക്കോ ഔട്ട്ലെറ്റ് വഴി മാത്രം വിറ്റത് 154.77 കോടിയുടെ മദ്യം. റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിൽ. തൃശൂർ പൂരം പ്രതിസന്ധി സംബന്ധിച്ച ചർച്ചയിൽ അന്തിമ തീരുമാനമായില്ല. സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് തീരുമാനം 4-ന് കോടതിയിൽ അറിയിക്കുമെന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.